മൂത്രം പിടിച്ചു വയ്ക്കുന്ന സ്വഭാവമുണ്ടോ എങ്കിൽ പണി കിട്ടും. ചില ആളുകളുണ്ട്, അവർക്ക് പുറത്തിറങ്ങിയാൽ മൂത്രശങ്കയുണ്ടായാലും ടോയ്ലറ്റിൽ പോകാതെ മൂത്രം പിടിച്ചു വയ്ക്കും. പബ്ലിക് ടോയ്ലറ്റിലോ മാളിലോ ഒക്കെ പോകാനുള്ള മടി കൊണ്ടും മറ്റു ചിലർ വൃത്തിയുടെ പ്രശ്നം കൊണ്ടും അങ്ങനെ ചെയ്യാറുണ്ട്. പുറത്തുപോയി വീട്ടിലെത്തുന്നതുവരെ മൂത്രം പിടിച്ചു വയ്ക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ആരോഗ്യ വിദഗ്ധർ. ഇത്തരത്തിൽ മൂത്രം കെട്ടിനിൽക്കുമ്പോൾ മൂത്രത്തിലെ ലവണങ്ങൾ പിന്നീട് ക്രിസ്റ്റലുകളായി രൂപാന്തരം പ്രാപിച്ച് കിഡ്നി സ്റ്റോണായി മാറുന്നു. അതിലൂടെ ആരോഗ്യവും തകരാറിലാകും. മൂത്രം പിടിച്ചു വയ്ക്കുന്നത് മൂത്രാശയ അണുബാധയ്ക്കും പിന്നീട് ഇതിന്റെ അനന്തരഫലമായി പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. മൂത്രം പിടിച്ചു വയ്ക്കുമ്പോൾ മൂത്രസഞ്ചിയിൽ ബാക്ടീരിയ അടിഞ്ഞുകൂടുകയും ഇത് മൂത്രസഞ്ചിയിലെ അണുബാധയ്ക്ക് കാരണമാവുകയും ചെയ്യും. മൂത്രത്തിൽ പഴുപ്പ്, വൃക്ക സംബന്ധമായ രോഗങ്ങൾ എന്നിവ വരാനും സാധ്യതയുണ്ട്. മാത്രമല്ല, മൂത്രാശയത്തിൽ നീരുണ്ടാവുകയും ദീർഘനേരം മൂത്രം പിടിച്ചു വയ്ക്കുന്നത് മൂത്രസഞ്ചിയിൽ അമിത സമ്മർദ്ദം ഉണ്ടാക്കുകയും ഈ സമ്മർദ്ദം മൂത്രാശയ പേശികളെ ദുർബലപ്പെടുത്തുകയും ചെയ്യും. ഒരു വ്യക്തി ഏകദേശം 3 മുതൽ 4 മണിക്കൂർ വരെ ഇടവിട്ട് ഒരു ദിവസം 6 മുതൽ 8 തവണയെങ്കിലും മൂത്രമൊഴിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. അതേസമയം മൂത്രമൊഴിക്കുമ്പോഴുണ്ടാകുന്ന വേദന, മൂത്രാശയത്തിന് മുകളിലുണ്ടാകുന്ന മൃദുത്വം, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കേണ്ടി വരിക എന്നിവയൊക്കെ UTI എന്നുകൂടി അറിയപ്പെടുന്ന മൂത്രത്തിലെ അണുബാധയുടെ ലക്ഷണങ്ങളാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ചെറിയ മൂത്രനാളിയായതിനാൽ അവർക്ക് അണുബാധ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആർത്തവം വിരാമം കഴിഞ്ഞവരിലും അണുബാധ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അണുബാധ ചികിത്സിക്കുന്നതിനേക്കാൾ തടയുന്നതാണ് നല്ലത്. ധാരാളം വെള്ളം കുടിക്കുന്നതും കൃത്യമായ ഇടവേളകളിൽ മൂത്രമൊഴിക്കുന്നതും ശുചിത്വം പാലിക്കുന്നതും അണുബാധ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കും.